പൊരുതി തോറ്റാൽ അങ്ങ് തോൽക്കട്ടെ എന്ന് വെക്കും. പക്ഷെ തോൽക്കാൻ വേണ്ടിയിട്ട് കളിക്കരുത്. ഞങ്ങൾക്ക് അത്രയേ ഉള്ളൂ. കലിപ്പും അടങ്ങിയില്ല, കപ്പും കിട്ടിയില്ല. പക്ഷെ ഒരു കൂട്ടം ആരാധകർ എന്നും ഈ ഒരു ടീമിനോടൊപ്പം ഉണ്ടാവും. പരിഭവങ്ങൾ പറഞ്ഞാലും പ്രതിഷേധിച്ചാലും അവരുടെ നെഞ്ചിലെ പടയടി വേളം മഞ്ഞപ്പടയുടെ തന്നെയാണ്. പ്ലേ ഓഫ് കാണാതെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീം ISL നിന്ന് പുറത്താവുമ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ശക്തമായ ആരാധക കൂട്ടം കപ്പിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ് തുടരുകയാണ്. ഒരേ മനസ്സോടെ ഒരേ ലക്ഷ്യത്തോടെ അവരിനിയും കപ്പിനായി കാത്തിരിക്കും, ടീമിനോടൊപ്പം ചേർന്ന് നിൽക്കും. ഈ സീസൺ മുഴുവൻ പരീക്ഷണങ്ങളുടെ ആയിരുന്നു. മിക്കേൽ സ്റ്റാർ ആകുമെന്ന് വിചാരിച്ചു, നേരെ ഓപ്പോസിറ്റ് ആയി. ലൂണയെ പോലും വേണ്ട വിധത്തിൽ ഉപയോഗിച്ചില്ല. ഡിഫൻസ് പാടെ മറന്നുപോയി. 12 മത്സരങ്ങളിൽ നിന്ന് 3 വിജയവും 2 സമനിലയും ഉൾപ്പെടെ കേരള ബ്ലാസ്റ്റേഴ്സ് ഏറ്റവും മോശം റെക്കോർഡിലേക്ക് നടന്നു നീങ്ങുന്ന സമയത്ത് പരാജയത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നൽകിക്കൊണ്ട് സ്റ്റാറയെ പുറത്താക്കുന്നു. പിന്നീട് നടന്നത് മലയാളിയായ ജി പുരുഷോത്തമന്റെ നേതൃത്വത്തിൽ ടീമിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള രക്ഷാപ്രവർത്തനമാണ്. പിന്നീട് നടന്ന 12 മത്സരങ്ങളിൽ നിന്ന് 5 വിജയവും 3 സമനിലയും. ലൂണയെ കേന്ദ്രീകരിച്ച് കളി മാറുന്നു, ഡിഫൻസ് ഉണർന്നു കളിക്കുന്നു. അല്ലെങ്കിലും കപ്പ് മാത്രം നോക്കി കപ്പിന് വേണ്ടിയിട്ട് മാത്രം ടീമിനൊപ്പം ചേർന്ന് നിൽക്കുന്ന ആരാധകരല്ലല്ലോ കേരള ബ്ലാസ്റ്റേഴ്സിനും RCBക്കും ഒക്കെ, അല്ലേ? അങ്ങനല്ലേ? കപ്പ് കിട്ടും, കിട്ടാതിരിക്കില്ല, കിട്ടണം. വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ 2022 അർജന്റീന കിരീടത്തിൽ മുത്തമിട്ടത് നമ്മൾ കണ്ടതല്ലേ? 1983 ശേഷം 2011 ഏകദിന വേൾഡ് കപ്പിൽ ഇന്ത്യ മുത്തമിട്ടത് നമ്മൾ കണ്ടതല്ലേ? ഇതുപോലെ സുന്ദരമായ നിമിഷങ്ങൾ നമ്മളുടെ ടീമിനായി കരുതിയിരിക്കുന്നുണ്ടാകാം. കപ്പിനുമപ്പുറം ടീമിനെ സ്നേഹിക്കുന്ന ഒരു ആരാധക കൂട്ടം ഇനിയും കാത്തിരിക്കും. മാനേജ്മെന്റിന്റെ ഭാഗത്ത് തെറ്റുകൾ കണ്ടാൽ ചൂണ്ടിക്കാട്ടും, തുറന്നു പറയും, പ്രതിഷേധിക്കും. പൊരുതി തോറ്റാൽ അങ്ങ് തോൽക്കട്ടെ എന്ന് വെക്കും. പക്ഷെ തോൽക്കാൻ വേണ്ടി കളിക്കരുത്. ഞങ്ങൾക്ക് അത്രയേ ഉള്ളൂ. മഞ്ഞപ്പട തിരികെ വരും. കേരള ബ്ലാസ്റ്റേഴ്സ് വീണ്ടും ആവേശമാകും, ആഘോഷമാകും.